പ്രേയറില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. യെസ്, പ്രേയർ ആരാണ്? ടീച്ചർ, ഞാൻ പ്രേയർ ചെയ്യാം. ഓക്കെ. ലോകത്തിനാകവെ ശാന്തി നൽകിയിടുന്ന ലോകാദിനാഥനി കൈ തൊഴുന്നേ, കാലടികളായോ കാമ്പിൽ മേയുന്ന ചിക്കാതലെ താനു കൈ തൊഴുന്നേ. തിന്മകളൊക്കെയും ദൂരീകരിക്കുവാൻ ഞങ്ങളിൽ കാരുണ്യം പെയ്തിടണേ. കർമ്മനിരതരായി ഞങ്ങളെ മാറ്റുവാൻ കണ്ണു തുറന്നു കനിഞ്ഞിടണേ. ഓക്കെ, താങ്ക് യു. Okay, very good. Thought of the day. Good afternoon, ma'am. Good afternoon. Good afternoon all. ഞാനിന്ന് അബ്ദുൽ കലാം സാറിൻ്റെ ഒരു തോട്ടാണ് പറയുന്നത്. Time is like a river. You cannot touch the same water twice because the flow that has passed will never pass again. Enjoy every moment of your life. Okay, signing. സൈനിങ് ഞാനാണ് മാം. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ടോ മാം? കേൾക്കാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ചെറിയ കഥയാണ്. നമ്മുടെ സൗഹൃദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ളൊരു കഥ. പണ്ട് കൊണ്ടൊരിടത്ത് ഒരു 2 പരുന്തുകൾ ഉണ്ടായിരുന്നു. അതിലൊരു സർ, പ്രയർ ഞാനായിരുന്നപ്പോ ഇപ്പോഴോ കയറാൻ പറ്റിയത്. ഇതുവരെ ഫോണിന് എന്തോ കംപ്ലൈന്റ് ആയിരുന്നു. പ്രയർ കഴിഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ, അവര് പറഞ്ഞോട്ടെ. ഓക്കെ മാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സൗഹൃദത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ്. ഒരിടത്ത് 2 പരുന്തുകൾ ഉണ്ടായിരുന്നു. അതിലൊരു ആൺപരുന്തും ഒരു പെൺപരുന്തും ഉണ്ടായിരുന്നു. ആ ആൺപരുന്തിന്റെ സുഹൃത്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതോർത്ത് എന്ന് ആ പെൺപരുന്തിന് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായി. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം അവരുടെ കാട്ടിൽ ഒരു കാട്ടുതീ പടർന്നത്. ആ കാട്ടുതീയിൽ അവരുടെ കൂടൊക്കെ കത്തിപ്പോവുകയും ചെയ്തു. അവരിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ വഴിക്ക് കുറെ പരുന്തുകൾ പറന്നു വരുന്നത് അവർ കണ്ടത്. ആ പരുന്തുകളോട് അവരുടെ അവസ്ഥ അവർ പറഞ്ഞപ്പോഴത്തേക്കും ആ പരുന്തുകൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നും നിങ്ങളെ സുരക്ഷിതമായിട്ട് ഒരിടത്ത് ആക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അവരെ ഒരു സുരക്ഷിതമായ ഒരിടത്ത് ആക്കുകയും അവർ സുഖമായിട്ട് അവിടെ ജീവിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആൺപരുന്ത് മനസ്സിലാക്കുന്നത്, ഈ സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ സഹായിക്കാൻ പറ്റൂ എന്ന്. സൈനിങ് ഓഫ്, സംഗീത. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. എന്നെ കാണാമോ? കാണാമേ. ഇപ്പോഴോ? ഇപ്പൊ കാണാമോ? ഇടക്ക് പോണുണ്ട്. ഇല്ല, ഇപ്പൊ കാണത്തില്ല. ഇപ്പൊ കാണുന്നില്ല. കാണുന്നില്ല. ഇപ്പൊ കാണാം. കാണുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ കാണാം. കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്. കാണുന്നുണ്ട് മിസ്. ഇപ്പൊ കാണുന്നില്ല മാം. ഇപ്പൊ കാണുന്നില്ല. സൗണ്ട് മ്യൂട്ടായി.
എന്താ പറ്റി ഒരനക്കോ ഇല്ലല്ലോ? ഞാനത് ചോദിക്കാം അവരായിരുന്നു. മിസ്സിന്റെ അവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും കാണാത്ത. ഇപ്പൊ ഈ ഒരു മഴയും കാറ്റും കഴിഞ്ഞിട്ട് ഇരിക്കുക ഇവിടെയൊക്കെ, അതായിരിക്കും അവിടെ അങ്ങനെ ഇരിക്കും. Yes. ഇവിടെ അതെ, ഇവിടെ ഭയങ്കര ഒരു മഴ ഇപ്പൊ കാണാലോ. ഇപ്പൊ കാണുന്നുണ്ട്. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ ടോൾ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖാണോ? ഓക്കെ. യെസ്, നമ്മള് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് കുറച്ച് എടുത്തു അല്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എവിടെ വരെ പറഞ്ഞു? 7th പോയിന്റ് വരെ പറഞ്ഞു. Early development is more vital than later development. Okay. Then second point, അടുത്ത point ആണ് കേട്ടോ. Development is the product of maturation and learning. Development is the product of maturation and learning. എന്താണ്? പക്വതയുടെയും പഠനത്തിന്റെയും ഫലമാണ് എന്ത്? വികസനം എന്ന് പറയുന്നത്. ആണോ? എങ്ങനെ മനസ്സിലാക്കുന്നത്? Development is the product of maturation and learning. ആ പ്രിൻസിപ്പിൾ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് മെച്ചുറേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉണ്ടാവുന്ന സമയത്ത് നസീമ പറയുന്നത് ബ്രേക്ക് ആയി പോകുന്നത് കേട്ടോ, കേൾക്കുന്നില്ല. എടാ ഒന്നുകൂടെ പറയാമോ? ക്ലിയർ ആയില്ല. ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങളോട് ചോദിക്കുകയും ചെയ്തത്. എന്താണ് ആ ഒരു പ്രിൻസിപ്പിളിൽ നമ്മൾ പറയുന്നത്? നമുക്ക് മെച്ചുറേഷൻ സംഭവിക്കും, പക്വത ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വ്യത്യാസം? ഗ്രോത്ത് ഉണ്ടാകും. ഹലോ, എല്ലാവരും പറയില്ലേ? പറയട്ടെ മേഡം. നമ്മൾക്ക് മെച്ചൂരിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണോ അവിടെ സൂചിപ്പിക്കുന്നത്? അങ്ങനെയാണോ ആ ഒരു പോയിന്റിൽ പറയുന്നത്? പക്വത ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണോ ചോദിച്ചേ? ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടില്ല. യെസ്, ഡെവലപ്മെന്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. മെച്ചുറേഷന്റെയും ലേണിംഗിന്റെയും ഒരു ഉൽപ്പന്നമാണ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പ്രവൃത്തികൾ പറയാതില്ല അല്ലെ, നമ്മൾക്ക് ഉണ്ടാവുന്ന നമ്മുടെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ നമ്മുടെ ആക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യം. നമ്മുടെ ഇപ്പൊ പക്വത ആർജിച്ചു കഴിഞ്ഞു, നമുക്ക് ഇപ്പൊ മെച്ചുവേർഡ് ആയി കഴിഞ്ഞു. അതേപോലെ തന്നെ മെച്ചുവേർഡ് ആവുന്ന കാരണം എന്താണ്? ആ ഒരു സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു വന്ന സമയത്ത് നമുക്ക് പക്വത ആർജിച്ചു. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ലേണിംഗ് ഉണ്ടായി. ഇതിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുകയും ചെയ്തു. ഓക്കെ, വളർച്ചയുമുണ്ട്, നമുക്ക് അവിടെ എന്തുണ്ട്? ലേണിംഗ്. രണ്ടും കൂടി ഒരുപോലെയാണ് നടക്കുന്നത്. ആ ഒരു സമയത്ത് അവിടെ എന്ത് വരുന്നു? ഒരു പ്രൊഡക്റ്റ് ആയിട്ട് രൂപപ്പെടുന്നതാണ് എന്താ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു 15 വയസ്സ് വരെ ഒരേ ഒരു വ്യത്യസ്തമായ സ്വഭാവങ്ങളിലൂടെ കടന്നുപോയി. 15 വയസ്സ് വരെ. ഓക്കെ, ഒരു 18 വയസ്സായ സമയത്ത് പിന്നെ എന്ത് സംഭവിച്ചു? നമുക്ക് കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് ആയി അല്ലെ, പക്വതയായി കുറച്ചുകൂടി. അപ്പൊ അതിന്റെ ഒപ്പം എന്തും ഈ ഗ്രോത്തിന്റെ കൂടെ എന്തും സംഭവിക്കുന്നുണ്ട്? ലേണിംഗ് ഉണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അല്ലെ. ഓരോ ദിവസവും ദിനംപ്രതി നമുക്ക് പല എക്സ്പീരിയൻസ് കിട്ടുന്നതിലൂടെ നമ്മൾ പല കാര്യങ്ങളോട് പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് അത് കണ്ടിന്യൂസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പൊ 15 വയസ്സ് കഴിഞ്ഞു, 18 വയസ്സ് കഴിഞ്ഞു, പിന്നീട് നമുക്ക് പക്വത ആർജിക്കുന്നത് എപ്പോഴായിരിക്കും? കുറച്ചുകൂടി നമ്മൾ മെച്ചുവേർഡ് ആവുന്നത് എപ്പോഴാണ്? ഏതൊരു ഏജിലായിരിക്കും? 25 to 30 ആണ്.
22 അല്ലെങ്കിൽ 25. യെസ്. ഓക്കെ. ആ ഒരു ഏജ് എത്തുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏകദേശം ഒരു പക്വത ആർജിച്ചു കഴിഞ്ഞാൽ ഏകദേശം മെച്ചോറിറ്റി പീരീഡിലേക്ക് നമുക്ക് കടന്നു കഴിയും. അതിന്റെ അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ രണ്ട് കാര്യങ്ങൾ പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വികസനം സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്രവൃത്തികൾ വ്യത്യാസം വരുന്നു. അതായത് 15 വയസ്സിൽ ചെയ്ത പ്രവൃത്തിയാണോ 18 വയസ്സിൽ നമ്മൾ ചെയ്യുന്നത്? ആയിരിക്കോ? വ്യത്യാസം വരും. 15 വയസ്സിൽ പഠിച്ച കാര്യങ്ങളാണോ 18 വയസ്സാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മനസ്സിലാകുന്നത്? ആണോ? അല്ല പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകും അല്ലെ? എവിടെയോ ആരുടെയോ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഒരാളില് പക്വത ഉണ്ടാവുന്നതിലൂടെ അല്ലെങ്കിൽ പഠനം ഉണ്ടാവുന്നതിലും കൂടെ അതിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് രൂപപ്പെട്ടു വരുന്നതാണ് എന്താ? വികസനം എന്നാണ് വികസനത്തിന്റെ മറ്റൊരു പ്രിൻസിപ്പിളിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് കേട്ടോ. ഡെവലപ്മെന്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. വികസനം എന്നത് എന്താണ്? പക്വതയുടെയും പഠനത്തിന്റെയും ഫലമാണ് അല്ലെങ്കിൽ ഉൽപ്പന്നമാണ് എന്ത്? വികസനം. അതായത് നമ്മുടെ പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അതായത് 18 വയസ്സിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത് നമ്മളുടെ അത് വ്യത്യാസം വരും അല്ലെ? അതായത് നമ്മള് ഇപ്പൊ നിങ്ങൾ ചായ ഉണ്ടാക്കാൻ പഠിച്ചു. ഫസ്റ്റ് നിങ്ങൾ ചായ ഉണ്ടാക്കാൻ പഠിച്ചു. 15 വയസ്സിൽ നിങ്ങൾ ചായ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. 18 വയസ്സിൽ അതേ സെയിം സിറ്റുവേഷൻ പോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്നത് ചായ? കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും അല്ലെ? കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് 25 ഏജ് ഒക്കെ ആവുന്ന സമയത്തോ 25-26 ആവുന്ന സമയത്ത് അപ്പോഴും വീണ്ടും ബെറ്റർ ആവും. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആവും അല്ലെ? അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെച്യൂരിറ്റി അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ എന്ത് നടക്കുന്നുണ്ട്? ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ആദ്യം ചായ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആദ്യം ചായ ഉണ്ടാക്കിയത് അത്ര മോശമായിരിക്കും ചിലപ്പോ അത്ര രസമായിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീട് നിങ്ങൾ ഉണ്ടാക്കി ഏതോ ഒരു സമയത്ത് എന്തായി? നല്ല പെർഫെക്റ്റ് ഒരു കോഫി ആയി അല്ലെ? പെർഫെക്റ്റ് ഒരു ടീ ആയി മാറുന്നു. എപ്പോഴാണ്? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അല്ലെ? നിങ്ങൾ പല പ്രാവശ്യം ചായ ഉണ്ടാക്കാൻ പല രീതിയിൽ ഉപയോഗിച്ചു. പാലിന്റെ ഒക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ വ്യത്യാസമായിരിക്കും, ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ചായപ്പൊടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള രുചി വ്യത്യാസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഷുഗറിന്റെ അളവിൽ വ്യത്യാസങ്ങൾ. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളിപ്പോ ആദ്യം പിന്നെ ഉണ്ടാക്കിയ ചായ ഇത്തിരി മോശം. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ്? നാളെ കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നമ്മള് പിറ്റേ ദിവസം കുറച്ചുകൂടി ബെറ്റർ ആക്കി ഉണ്ടാക്കും. ചിലപ്പോ അതൊന്നും ചിലപ്പോൾ ശരിയാകുന്നില്ല. എന്താണ്? പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശ്രമിച്ച് എന്താണ്? ഒരു ദിവസം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ചായ നിങ്ങൾ ഉണ്ടാക്കും അല്ലെ? നല്ല കടുപ്പം, നല്ല മധുരം, അതിന് ചായ എന്ന പേരിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും അല്ലെ? ഓക്കെ. അങ്ങനെ പലരും പല സിറ്റുവേഷൻസിൽ കടന്നു പോയിട്ടുണ്ടാകും. ഓക്കെ. അതുപോലെ തന്നെ എന്ത് ഡിഷസ് ആയിക്കോട്ടെ, ഇപ്പോ ചിലർക്ക് പുട്ട് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ചിലവരുടെ കാര്യമാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടൊന്നും ആരും പുട്ട് ഉണ്ടാക്കില്ല അല്ല. ചിലപ്പോ അതിന്റെ മാവ് കുഴക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല വെള്ളം ഒഴിക്കുന്നെങ്കിൽ അത് മൊത്തത്തിൽ പാകും. അതേപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ അല്ലെങ്കിൽ ഉപ്പ് ഇതൊക്കെ കൃത്യമായ അളവിൽ ഇട്ടാൽ മാത്രമേ, എന്ത് ചേരുവകളും കൃത്യമായ അളവിൽ ചേർത്താൽ മാത്രമേ ഏത് ഡിഷും ഭംഗിയാവുക അല്ലെ? യെസ്. ഇപ്പോഴും ബീനു ഉണ്ടാക്കുന്ന ചായക്ക് കടുപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ബീനു ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നാണ് അതിൽ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്ത ദിവസം പിന്നീട് പ്രാക്ടീസ് ചെയ്യും. നന്നായിട്ട് ചായ ഉണ്ടാക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്താണ് നമ്മള് അവസാനം എന്തിലേക്ക് എത്തിച്ചേരും? പെർഫെക്റ്റ് ആയിട്ടൊരു ടീ ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓരോ ദിവസവും നമ്മളില് ഡെവലപ്മെന്റ്സ്, വികസനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ. Then next one, there are individual differences in development. എന്താണ്? വികസനത്തിലെ വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, വ്യക്തി വ്യത്യാസങ്ങൾ. എല്ലാവരും ഒരേപോലെയാണോ? എല്ലാവരും ഒരേപോലെയാണോ? അല്ല. എല്ലാവരുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ ഇപ്പൊ നമ്മള് ഇപ്പൊ ട്വിൻസിനെ കണ്ടെന്ന് വിചാരിക്കാം. ട്വിൻസ്, ഇരട്ടകളെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും?
വളരെ സിമിലാരിറ്റീസ് ഉണ്ട് അല്ലെ? രണ്ടുപേരും ഒരേപോലെ തന്നെ ഇരിക്കുന്നതാണ്. പക്ഷെ അവർ ഒരേപോലെ ആണോ? ഒരിക്കലും അല്ല. ഒരിക്കലും അല്ല. പല വ്യത്യാസങ്ങൾ അവർക്കുണ്ട്. അതായത് ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം ആരെയും ഒരേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരിലും വ്യത്യസ്തതയുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ വ്യക്തി വ്യത്യാസങ്ങൾ എല്ലാവരിലും. ഇപ്പൊ ട്വിൻസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചിലര് നമുക്ക് കാഴ്ചയിൽ ഒരുപോലെ തോന്നാം. കാഴ്ചയിൽ ഒരുപോലെ തോന്നുന്നതാണ് എല്ലാം രണ്ടുപേരും ഒരേപോലെ ഇരിക്കും. പക്ഷെ ആളുടെ ചെവിക്ക് ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. ചെവി കുറച്ച് വലുതായിരിക്കാം, ഇടത്തെ ചെവി ചിലപ്പോൾ കുറച്ച് ചെറുതായിരിക്കും. ദെൻ കണ്ണുകളില് നമ്മള് ഇപ്പൊ നീല കണ്ണുള്ളവരുണ്ട്, അതുപോലെ ബ്രൗണിഷ് ആയിട്ടുള്ള ഐസ് ഉള്ളവരുണ്ട്. ഓക്കെ, അങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെന്താണ്, അത് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ചിലപ്പോ ഹെയറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫേസിന്റെ ഷേപ്പ്. ഇപ്പൊ നമുക്ക് കാഴ്ചയിൽ ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നീട്ടോ, ചിലപ്പോ ഒന്ന് ഓവൽ ഷേപ്പിലായിരിക്കാം, ചിലപ്പോൾ ജസ്റ്റ് ഒരു റൗണ്ട് ആയിരിക്കാം. അതൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഫിസിക്കൽ ഫീച്ചർ. അല്ലാതെ മെന്റൽ ഫീച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. ആ കുട്ടി ചിന്തിക്കുന്ന പോലെ തന്നെയായിരിക്കും കുട്ടി ചിന്തിക്കുന്നത്? ഒരിക്കലും അല്ല. അവന്റെ തോട്ട്സ് വ്യത്യാസം ഉണ്ടാവും. ആറ്റിറ്റ്യൂഡ് വ്യത്യാസം. ആറ്റിറ്റ്യൂഡ് മീൻസ് മനോഭാവം. ആപ്റ്റിറ്റ്യൂഡ് വ്യത്യാസം. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? അഭിരുചി, അവരുടെ ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, ഇതിലൊക്കെ എന്താണ് വ്യത്യസ്തം ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ഒരാളിൽ നിന്ന് മറ്റൊരാളെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? വ്യക്തി വ്യത്യാസങ്ങളാണ്. ആരും ഒരേപോലെയല്ല. നമുക്ക് കാഴ്ചയിൽ മാത്രമാണ് ഒരേപോലെ തോന്നുന്നത്. അപ്പൊ നിങ്ങളിൽ പലർക്കും പലതരം കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. ചിലർ പാട്ട് പാടുന്നവരായിരിക്കാം, ചിലവര് പാട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഒട്ടും പാട്ട് പാടാൻ അറിയാത്തവരുണ്ടാവും. അപ്പൊ പല വേരിയേഷൻസ് ഉണ്ട്. ഇനി അതുപോലെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്നവരുണ്ടാവും, നന്നായിട്ട് കുക്ക് ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും, നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നവരുണ്ടാവും. ഇതൊക്കെ നമുക്ക് പല വേരിയേഷൻസ് ആണ് ഇതിനകത്ത്. അപ്പൊ ആരും ഒരേ ഡെവലപ്മെന്റ്സ് ആരും സംഭവിക്കുന്നില്ല. അതായത് നമ്മുടെ വികസനം പല രീതിയിലാണ്. അപ്പൊ ഒരു വ്യക്തി ഇപ്പൊ ഞാനും നിങ്ങളും ഒരേപോലെ ഡെവലപ്മെന്റ്സ് കടന്നു വന്നവരാണോ? എന്റെ പ്രവൃത്തികളാണോ നിങ്ങളുടെ പ്രവൃത്തി? അല്ല. അല്ല. നിങ്ങളുടേതായ രീതിയിലുള്ള നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെ? ഒരൊറ്റ വ്യക്തിയാണ്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്കുള്ള കാര്യങ്ങൾ മാത്രമേ അയാളെ ചുറ്റിപ്പറ്റി മാത്രമേ നിൽക്കുള്ളൂ. അത് മറ്റൊരാൾക്ക് കടമെടുക്കാൻ പറ്റില്ല. ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ്. ഓക്കെ, ഞാൻ മാത്രമാണ്. നമ്മളെപ്പോലെ ഒരാളെ പോലെ മറ്റൊരാൾ ഇല്ല. നമ്മൾ പറയാൻ 9 പേരുണ്ടെന്നൊക്കെ പറയില്ലേ? ഈ 9 പേരുണ്ടായിക്കോട്ടെ, പക്ഷെ 9 പേരിൽ എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, വ്യക്തി വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോ there are individual differences in development. ഒരാൾ വികസിക്കുമ്പോ അല്ലെങ്കിൽ ഒരാളുടെ ക്വാളിറ്റീസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരാൾ ചിലപ്പോൾ നന്നായിട്ട് പാടും, മറ്റൊരാൾ കൂടെയുള്ള ആൾക്ക് അത്ര നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ആൾ പാടും. അവിടെ ഒരു വേരിയേഷൻ ഉണ്ടോ? എന്റെ കൂടെ 2 വ്യക്തികളുണ്ട്. ഒരു വ്യക്തി കുറച്ച് നന്നായിട്ട് പാടും, പക്ഷെ മറ്റു വ്യക്തി പാടും, പക്ഷെ ആ ആദ്യത്തെ ആളിന് അത്രയും പാടാൻ പറ്റില്ല. ഓക്കെ, യെസ്, അവിടെ ഒരു വേരിയേഷൻ വേണ്ടോ? യെസ്. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ കാഴ്ചയിൽ ഹൈറ്റ് ഒരുപോലെ തോന്നാം. കാഴ്ചയിൽ ഹൈറ്റ് ഉയരം നമുക്ക് ഒരേപോലെ തോന്നും, പക്ഷെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സമയത്ത് വേരിയേഷൻസ് കാണാൻ പറ്റും അല്ലെ? ചിലപ്പോ ഫേസ് ചിലപ്പോ നീളനാണെങ്കിൽ ആ നീളൻ ഫേസ് കൊണ്ടായിരിക്കാം ആ ഒരു ഹൈറ്റ് തോന്നുന്നത്. പക്ഷെ അവിടെയും വ്യത്യാസം. ഇങ്ങനെ ഒരാളുടെ വളർച്ചയിൽ വികാസത്തിൽ പലതരത്തിലെ വ്യത്യാസങ്ങളുണ്ട്. ആരും ഒരേപോലെയല്ല വികസിച്ചു വരുന്നത്. എല്ലാവരും ചിന്തകൾ വ്യത്യാസമുണ്ട്, നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു പ്രശ്നത്തെ നോക്കി കാണുന്നത് എല്ലാവരും പല രൂപത്തിലായിരിക്കും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാനില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ പ്ലെയിൻ ക്രാഷ് നടന്നില്ലേ? എവിടെയാണ് പ്ലെയിൻ ക്രാഷ് ഉണ്ടായത്? അഹമ്മദാബാദില്. യെസ്, കേൾക്കുന്നുണ്ട്? ഓക്കെ, അഹമ്മദാബാദിൽ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. നിങ്ങൾ പലരും പല രീതിയിലല്ലേ അതിനെ നോക്കി കണ്ടത്? ചിലവര് അതെ, ചിലവർക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഈശ്വര, എത്ര ആൾക്കാർ അതിൽ മരണപ്പെട്ടു, എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ഫാമിലീസ് അതിൽ ഇല്ലാതായി എന്നുള്ളൊരു ചിലർ ആ ഒരു ഇതിലായിരിക്കും മനസ്സിലാക്കുന്നത്, വിഷമത്തോടെ മനസ്സിലാക്കുന്നത്. ചിലർ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് പറയും സംഭവിക്കാനുള്ളതായിരുന്നു ഇത് സംഭവിച്ചു അല്ലെ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ നമ്മള് ചിലവർ അതിന്റെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരുന്ന് വിഷമിക്കുന്നവരുണ്ട് അല്ലെ? ആ ഒരു പ്രശ്നത്തെ നോക്കിക്കണ്ടിങ്ങനെ ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ റീൽസും വീഡിയോസും ഒക്കെ വരുന്നുണ്ട് യൂട്യൂബ്സിൽ. അങ്ങനെ ആലോചിച്ച് നമ്മൾ വിഷമിക്കും. അങ്ങനെ ആൾക്കാരുണ്ട്. ചിലവരെന്താണ് അതിന് പറയും, അതിന് ആധികാരികമായിട്ടുള്ള കാരണങ്ങൾ പറയും. അത് ശരിക്കും ചെക്ക് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പൊ അയാളുടെ തോട്ട് വേറെ അല്ല, അദ്ദേഹം വേറെ രീതിയിൽ ചിന്തിച്ചു. ഓക്കെ, പിന്നെ പറയുന്നു
അതിപ്പോ അവര് പോവാതിരുന്നെങ്കിൽ ചിലർ ചിന്തിക്കണം അതിപ്പോ അവര് പോവാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. പലരും പല രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ സമൂഹത്തിൽ ഉണ്ടായിക്കോട്ടെ നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നമാണെങ്കിൽ പോലും നമ്മളെ പേഴ്സണൽ വ്യൂവിൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഈ ഹസ്ബൻഡും വൈഫും വഴക്കിടുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും ഒരു കാര്യം, ഹസ്ബൻഡ് അതേപോലെ തന്നെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഓക്കെ ഒരു നമ്മൾ ഉത്തരം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറെ അങ്ങനെയാണ്. നമ്മള് എന്താണ് ഈ ഒരു ആൻസർ തന്നെ എന്റെ ഹസ്ബൻഡ് പറയണമെന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നടക്കുമോ? ആള് ചിന്തിക്കുന്ന വേറെ രീതിയിലല്ലേ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നില്ല. ഇപ്പൊ വഴക്കിട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചിലപ്പോ ആള് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ആ മനുഷ്യൻ ചിലപ്പോ ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ നമ്മള് ആളതൊന്ന് ചോദിക്കണം, അതേ ഡയലോഗിൽ തന്നെ ചോദിക്കണം, അതേ രീതി പെരുമാറുമ്പോൾ നമ്മൾ വാശിപ്പിക്കും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടേക്ക് ഇങ്ങനെ വ്യത്യസ്തരാണ് എല്ലാവരും, പല രീതിയിലും വ്യത്യസ്തമാണ്. ചിന്തകളായിക്കോട്ടെ, താല്പര്യങ്ങളായിക്കോട്ടെ, ടേസ്റ്റ് ആയിക്കോട്ടെ. നിങ്ങൾ എല്ലാവരും പല ഫുഡ്സ് ഇഷ്ടപ്പെടുന്നവരല്ലേ? പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ. അതെ, ഓക്കെ. അപ്പൊ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒന്നാണ് എന്താ ഇന്റലിജന്റ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാളുടെ ഡെവലപ്മെന്റിന്റെ സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ പലരും പല രീതിയിലാണ് വികസിക്കുന്നത്. അപ്പൊ പലരിൽ എന്തുണ്ട്, വ്യക്തി വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഓക്കെ, യെസ്, there are intelligent differences in development. വികസനത്തില് എന്തുണ്ടാവും, ഇന്റലിജന്റ് ഡിഫറൻസും ഉണ്ടാകും, വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടാകും. Then last principle എന്താണ്, the child develops as a unified whole. The child develops as a unified whole. എന്താണ് ആ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു കുട്ടി എല്ലാ അർത്ഥത്തിലും വികസനം കൈവരിക്കുന്നു. എങ്ങനെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ടീച്ചർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു പ്രക്രിയയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട്. യെസ്. അപ്പൊ നമ്മള് ഒരു കുട്ടീന് വേണ്ടി ഇപ്പൊ നമ്മളെ തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ജനിച്ചു, നമ്മൾ മരണം വരെ നമ്മൾ എന്ത് നടക്കുന്നുണ്ട്, വികസനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും എന്താണ്, പൂർണ്ണ വികസനം കൈവരിക്കുന്നു. അപ്പൊ വികസനത്തിന്റെ പ്രിൻസിപ്പിൾസ്, ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ കഴിയുന്ന എന്താണ്, നമുക്ക് വികസനം കംപ്ലീറ്റഡ് ആണ് അല്ലെ? നമ്മള് ജനിച്ചു മരിക്കുന്നത് വരെ നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ട്, വികസനം ഉണ്ടാവുന്നുണ്ട്. മരണം വരെ, അതായത് ദിനം പ്രതി നമ്മളിൽ എന്തുണ്ട്, ചേഞ്ചസ് നമ്മുടെ കേട്ടില്ല, സ്റ്റോപ്പ് ആകുന്നില്ല എന്ന് പറഞ്ഞതാണ്. സ്റ്റോപ്പ് ആകുന്നില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചാൽ എന്താ പിണങ്ങിയതാണ്, പെട്ടെന്ന് പേടിച്ചു പോയി. ഓക്കെ, യെസ്. എത്ര പേരുടെ ക്ലാസ്സിലെ? 54. ഇന്നലെ ജോത്സാണല്ലേ ക്ലാസ് എടുത്തത്? അതെ, ചോദിച്ചായിരുന്നോ ടീച്ചർ അവിടെ പോയെന്ന് ചോദിച്ചാ? ഇല്ല, മാഷിന്റെ ക്ലാസ് അല്ലേ ഇന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിച്ചു സാറിനോട്, അവരൊന്നും ചോദിച്ചില്ലേ? ഗ്രാജുവേഷൻ ആയിരുന്നു മാം. എന്താണ്? മോണ്ടിസോറിയുടെ ആയിരുന്നോ ഗ്രാജുവേഷൻ? മോണ്ടിസോറിയുടെ അല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമയുടെ. അവർക്ക് ഇത് വരുന്നുണ്ടോ സബ്ജക്ട് സൈക്കോളജി? മോണ്ടിസോറിയുടെ കോൺവൊക്കേഷൻ MT4 ഓക്കെ. നിങ്ങൾക്ക് ഇനി ഒത്തിരി സമയമുണ്ട് കിടക്കാൻ, തുടങ്ങിയപ്പോഴുള്ളൂ. ഏകദേശം എപ്പോ ക്ലാസ് കഴിയുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ മാർച്ച് ആണോ? മാർച്ച് ലാസ്റ്റോട് തീരും. ഓക്കെ, എക്സാം ഒക്കെ എപ്പോഴും? എക്സാം നമുക്ക് ഈ പാർട്ട് 1 പാർട്ട് 2 കഴിയുമ്പോൾ എക്സാം ഉണ്ടാവും, ടേം എക്സാം. അത് കഴിഞ്ഞ് പാർട്ട് 3 പാർട്ട് 4 കഴിയുമ്പോൾ എക്സാം ഉണ്ടാവും, 50 മാർക്കിന്റെ. അതിനുശേഷം പിന്നീട് മെയിൻ എക്സാം. എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റില് നിങ്ങള്
പഠിച്ചു വെക്കേണ്ട 2-3 പോയിന്റ്സ് ബൈഹാർട്ടാക്കി പഠിക്കുക വേണ്ട. അത് ഞാൻ പറഞ്ഞുതരാം. അതിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പഠിച്ചു നോക്കാം. ടിക്ക് ചെയ്ത് പോണേ, ടിക്ക് ചെയ്ത് പോട്ടോ. നോട്ട് ചെയ്യട്ടെ മാഡം, ബുക്ക് കിട്ടിയിട്ടില്ല, ടെക്സ്റ്റ്. ടെക്സ്റ്റ് കിട്ടുമ്പോൾ ടിക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. Then ഫസ്റ്റ് പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്തിടാം. ഫസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്യാം. Then fourth point, development helps in early identification of any retarded development. Fourth point, fifth point ടിക്ക് ചെയ്യാം. Fourth ഉം fifth ഉം ടിക്ക് ചെയ്യാം. Development is continuous and it involves changes. Then eighth point, development is the product of maturation and learning. Eighth point, എട്ടാമത്തെ point കേട്ടോ. ninth point കൂടി. There are individual differences in development. അത്രയും നിങ്ങൾ ടിക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് ബൈഹാർട്ടാക്കി ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അടുത്ത ഭാഗങ്ങൾ എത്ര പേർക്ക് ടെക്സ്റ്റ് കിട്ടാനുണ്ട്? ഒത്തിരി പേർക്കുണ്ടോ? കിട്ടിയിട്ടില്ല മാം. കിട്ടിയിട്ടില്ല. ഓക്കെ, യെസ്, ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. Okay. The main factors that affect growth and development are heredity and environment. The main factors that affect growth and development are heredity and environment. പ്രധാനമായിട്ടും 2 factors ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന്? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടറിൽ ഏതൊക്കെയാണ് വരുന്നത്? ഹെറിഡിറ്ററി എന്ന് പറഞ്ഞ എന്താണ്? ഹെറിഡിറ്ററി ഫാക്ടർ എന്താണ്? ജനിതക വൈകല്യങ്ങളാണ്. ഹെറിഡിറ്ററി മീൻസ് എന്താണ്? പാരമ്പര്യം. ഓക്കെ, അപ്പൊ അതില് ജനറ്റിക് ഫാക്ടർ വരും. ജനറ്റിക് ഫാക്ടർ ഇനി പാരമ്പര്യ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ഫാക്ടേഴ്സിൽ സംഖ്യ ഏതൊക്കെയാണ്? എന്താണ് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്? ഹെറിഡിറ്ററി എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നല്ലപോലെ കേൾക്കാം. മ്യൂട്ട് ചെയ്തപ്പോ കേൾക്കാം. ആ, ഓക്കെ. ഇത് ചിലരുടെ മൈക്ക് ഓൺ ആയിരുന്നാൽ നമുക്ക് ഫുള്ളി മ്യൂട്ട് ചെയ്തിട്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല. അതാണ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് അല്ലേ മോണ്ടിസോറി. അപ്പൊ ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഡിസ്റ്റർബൻസ് ഉള്ള സമയത്ത് മാത്രം നമ്മൾ ചിലപ്പോൾ ഓൾ മ്യൂട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ പാരമ്പര്യ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒരു കുട്ടിയുടെ വളർച്ചയുടെയും ഡെവലപ്മെന്റിന്റെയും ഭാഗമായിട്ട് വളരുന്ന ജനറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ ABC എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ വരുന്നതാണ് കേട്ടോ. എന്താണ്? ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദ സ്കിൻ, ഐസ് ആൻഡ് ഹെയർ, ഷേപ്പ് ഓഫ് നോസ് ആൻഡ് ഇയേഴ്സ് ലൈക്ക്. ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഭൗതികപരമായിട്ടുള്ള ഫീച്ചേഴ്സിലെ എന്തൊക്കെ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ
എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക്? കളർ ഓഫ് ദ സ്കിൻ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അല്ലെ. ചിലർ കളർ നമ്മുടെ അച്ഛൻ അമ്മയ്ക്ക് അല്ലെങ്കിൽ മുത്തശ്ശനൊക്കെ നല്ല കളർ ഉണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരു പാരമ്പര്യത്തിന്റെ ബേസ് നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അത് മാറിപ്പോവാറുണ്ട്. ചിലപ്പോ അച്ഛൻ്റെ അനിയൻ ചിലപ്പോ കുറച്ച് കറുത്തിട്ടാണെങ്കിൽ, അച്ഛൻ കുറച്ച് കറുത്തിട്ടാണെങ്കിൽ ചിലപ്പോ എന്താണ് അച്ഛനും അമ്മ വെളുത്താണെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു ജീനിന്റെ ഇതാണ് കിട്ടിയിരിക്കുന്നത്, ആ ജനറ്റിക് ഫാക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു സ്കിൻ ആയിരിക്കും കിട്ടുന്നത്, അല്ലെ ആ കളർ ആയിരിക്കും കിട്ടുന്നത്. ദെൻ ഐ ആൻഡ് ഹെയർ, പൂച്ചക്കണ്ണുള്ള പാരമ്പര്യമുള്ളവരുണ്ടാവും അല്ലെ, നീല കണ്ണുള്ളവർ അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ഐസ് ഉള്ളവരുണ്ടാവും. ഓക്കെ, അപ്പൊ ചില കുട്ടികൾക്ക് എന്താണ് ചിലപ്പോൾ നേരെയുള്ള കുട്ടികൾക്കായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ എന്താണ് പേരെ കുട്ടികൾക്കായിരിക്കും അങ്ങനെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പല വേരിയേഷൻസിൽ അങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ദെൻ ഹെയർ അല്ലെ, അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടെങ്കിൽ എന്താണ് മോൾക്ക് നല്ല മുടി ഉണ്ടാവും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ, നല്ല ഇടതൂർന്ന മുടികൾ. അതേപോലെ തന്നെ മുടി ഇല്ലാത്ത കാറ്റഗറി ആൾക്കാരുണ്ട്, എത്ര എണ്ണയൊക്കെ തേച്ചിട്ട് കാര്യമില്ല, അവരുടെ പാരമ്പര്യത്തിൽ എന്താണ് അവർക്ക് മുടി കുറവാണ് അല്ലെ. അപ്പൊ അത്രയും മുടി ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതൊക്കെ എന്താണ് ഇതൊക്കെ പാരമ്പര്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഷേപ്പ് ഓഫ് നോസ്, ചിലരുടെ നോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂക്ക് പാരമ്പര്യമായിട്ടാണ് നമുക്ക് മൂക്ക് കിട്ടുന്നത്, അറിയാമോ? അത് അതേപോലെ തന്നെ ആയിരിക്കും. ചിലപ്പോ എല്ലാവരും ഇപ്പൊ വീട്ടിലൊരു 5 പേരുണ്ടെങ്കിൽ അച്ഛനമ്മക്ക് 5 മക്കളാണ്, 8 മക്കളൊക്കെ ഉണ്ടെങ്കിൽ പഴയ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയായിരിക്കും കാഴ്ചയില്, സെയിം മൂക്കായിരിക്കും, സെയിം ഷേപ്പ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ആ പറഞ്ഞോളൂ. എന്റെ ഫസ്റ്റ് ഡെലിവറി ആയപ്പോഴേ 2.5 മാസം സ്കാനിങ്ങിന് എൻഡി കൂടുതലായിരുന്നു, ന്യൂസിന്റെ എന്തോ തൊഴിൽ കൂടുതലായിരുന്നു. പിന്നെ ഇതിനു വേണ്ടിയിട്ട് അവർ അനോമലി സ്കാനിങ് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിനോസിന്തസിസ് ചെയ്തു, ഈ ജനറ്റിക് ടെസ്റ്റ് നടത്തി, മൂക്കിനെന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ, അത് തന്നെ അങ്ങനെയാണെങ്കിൽ ഫുള്ളി അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഈ ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അമിനോസിന്തസിസ് ചെയ്തു. അപ്പം ഈ മൂക്കിന്റെ പ്രശ്നമാണ് കാണിച്ചത്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞ് റിസൾട്ട് ജനറ്റിക് വന്നു കഴിഞ്ഞപ്പോൾ നോർമൽ എന്ന് പറഞ്ഞപ്പോൾ അവർ ബാക്കി പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇയേഴ്സ്, ചെവികൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടാം അല്ലെ. ഓക്കെ, വലിയ ചെവികളുണ്ടാവും, ചെറിയ ചെവികളുണ്ടാവും, നേരത്തെ ചെവിയുള്ളവരുണ്ടാവും, പതുങ്ങിയ ചെവിയുണ്ടാവും, പല ഷേപ്സിലാണ് നമുക്ക് കാണാം. ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫിസിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ കളർ ഓഫ് ദ സ്കിൻ, ഐസ് ആൻഡ് ഹെയർ, ഷേപ്പ് ഓഫ് നോസ് ആൻഡ് ഇയേഴ്സ് ലൈക്ക്. ഓക്കെ, അടുത്തത് എന്താണ്? സെക്സ്. അത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഏത് ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് സെക്സ് എന്ന രീതി സൂചിപ്പിച്ചിരിക്കുന്നത്? അത് എന്താ ഒരുപാട് ആൺകുട്ടികളുണ്ടെങ്കിൽ ആ ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്നതും ചിലപ്പോ ആൺകുട്ടികളായിട്ടായിരിക്കും. അതാണോ മാം ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ? ബ്ലഡിന്റെ അത് നോക്കിയിട്ടാണ് മേഡം ഞാൻ പറഞ്ഞാലോ. ആൺകുട്ടികളിലും പെൺകുട്ടികളുടെ സ്വഭാവങ്ങളും വലിയ ശരീരത്തിന്റെ പ്രകൃതങ്ങളും ഒക്കെ വ്യത്യാസമായിട്ടിരിക്കും. അതാണോ ഉദ്ദേശിക്കുന്നത്? അത് മാത്രമാണോ? നമ്മളവിടെ കുട്ടികളുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പാരമ്പര്യമായിട്ടാണ്, ഇപ്പൊ ചിലർക്ക് പാരമ്പര്യമായിട്ട് കുട്ടികൾ ഇല്ലാത്തവരുണ്ടാവും അല്ലെ, കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ഫാക്ടറില് കുട്ടികൾ ഇല്ലാത്തവരുണ്ടാവും. ശരിയാ മേഡം. അത് റിലേറ്റീവ് അത് ചിലപ്പോ പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരുപാട് വർഷം, 18 വർഷത്തിന് ശേഷം കുട്ടികളായവരുണ്ട് അല്ലെ, ഒരുപാട് ഇയേഴ്സ് കഴിഞ്ഞവരായവരുണ്ട്. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ലെങ്കിലും ആ ഒരു ഫാക്ടറാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് ചിലർക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് അതായത് അവരുടെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഫാമിലിയിൽ ഇപ്പൊ 2 ബ്രദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, അതാണ് അവിടെ സെക്സ് എന്ന രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ എണ്ണം അല്ലെ, ചിലവരില് കൃത്യമായിട്ട് അതേപോലെ തന്നെ ആയിരിക്കുള്ളൂ, ആ ഒരു കണക്ഷൻ അത് പറയാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് പ്രധാനമായിട്ട് പാരമ്പര്യ അടിസ്ഥാനത്തിൽ എത്രത്തോളം കുട്ടികൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാൻ പറ്റും ചിലരുടെ പാരമ്പര്യം എടുത്താലും നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മള് കുട്ടികളില്ലാത്തതും തലമുറയാണെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മുടെ പാരമ്പര്യത്തിന് ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ അങ്ങനെ വരുന്നത്.
ഓക്കെ, പിന്നെ ചിലപ്പോ ഇത് നമുക്ക് പാരമ്പര്യത്തിന് ഇങ്ങനെ സൂചിപ്പിച്ച് പറയാനും പറ്റില്ല. ചിലപ്പോൾ കുറെ ലേറ്റ് ആയിട്ട് ഇതുപോലെ ഉണ്ടാകുന്നവരുണ്ട് അല്ലെ. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എന്താണ് ഇതിന് ഒരുപാട് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് അല്ലെ. ഇപ്പൊ ഐവി പോലുള്ള ടെസ്റ്റുകളൊക്കെ വരുന്നത് വഴി അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ സജീവമാണ്. അപ്പൊ അത്ര വർഷമായിട്ട് കാലം ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒരു പാരമ്പര്യത്തിന്റെ ബേസിസിലാണ് അവിടെ സെക്സ് പറയുന്നത്. പിന്നെ ഹെറിഡിറ്ററി ആൻഡ് ഡിസീസസ്. എന്താണ് ഹെറിഡിറ്ററി ആൻഡ് ഡിസീസസ് എന്ന് പറയുന്നത്? പാരമ്പര്യ രോഗങ്ങൾ. പാരമ്പര്യ രോഗങ്ങളുണ്ട്, അത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഏതൊക്കെയാണ് പാരമ്പര്യ രോഗങ്ങൾ? പ്രമേഹം, ഡയബറ്റീസ്, സൈക്കാട്രിക് ഇഷ്യൂസ്, സൈക്കാട്രിക് ഇഷ്യൂസ് അല്ലെ. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് പറയാൻ പറ്റും അല്ലെ. ചില വൈകല്യങ്ങള് അല്ലെ. ആസ്മ ഉണ്ടാവാറുണ്ട്. പിന്നെ അലർജി. വിക്കുണ്ടാവില്ല മാഡം. എന്താണ് വിക്ക് വരൂലേ? വിക്ക് പാരമ്പര്യമായിട്ട് വിക്ക് വരാറുണ്ട്. ഓക്കെ, സ്പീച്ചിങ് ഡെഫിസിറ്റുകൾ ഉണ്ടാവും, സ്പീച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ എന്താണ് ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമാണോ? അല്ല. അതെ മാഡം. പ്രഷർ ഒരു പാരമ്പര്യ രോഗമാണോ? പ്രഷർ, ബിപി? കേട്ടിട്ടുണ്ട്. പ്രഷർ, ഷുഗർ. ഷുഗർ ഓക്കെ, പ്രഷർ ആയിരിക്കുമോ? തൈറോയിഡ്, ജീവിതശൈലി രോഗം. എന്താണ്? ഹലോ മാം, വീട്ടിലുണ്ട്. പാരമ്പര്യമായിട്ടാണോ? പാരമ്പര്യമായിട്ടാണ്. ഓക്കെ, ശരി. പിന്നെ എന്തൊക്കെ പാരമ്പര്യ രോഗങ്ങൾ അറിയാം നമുക്ക്? തൈറോയിഡ്, ഒരു പരിധി വരെ നമുക്ക് പറയാം തൈറോയിഡ്. ഓക്കെ, സ്ട്രോക്ക് വരുമോ മാഡം? സ്ട്രോക്ക് ചാൻസ് കുറവാണ്, എന്തായാലും പറയാൻ. ഓക്കെ, ബ്ലൈൻഡ്നെസ്, ഹീമോഫീലിയ. ഓക്കെ മാഡം, ഫിക്സ് വരൂലേ? സ്ട്രെസ് ഉള്ളവർക്കുണ്ടാവും. ഫിക്സ് അല്ലെങ്കിൽ സീഷർ അല്ലെ. ഓക്കെ, അതൊക്കെ നമുക്ക് എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗങ്ങളാണ് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണ് അവൈലബിൾ എന്ന് പറയാം. ഏറ്റവും കൂടുതൽ എന്താണ് പ്രമേഹമാണ് കൂടുതൽ, ഡയബറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ബി പി സിറ്റുവേഷൻ ഡിപ്പെൻഡഡ് ആണ് അല്ലെ. ബി പി എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ്, മറ്റ് രോഗാവസ്ഥകളെ പോലെ അല്ല. അത് ചിലപ്പോൾ സിറ്റുവേഷൻ ബേസിസ് വരുന്ന രീതിയിലാണ് ബി പി ഒക്കെ വരുന്നത്. എങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പറയാവുന്നതാണ് എന്താ ഇത്തരത്തിൽ അപസ്മാരം അല്ലെങ്കിൽ ഡയബറ്റീസ്. പിന്നെ ഏതാണ് വേറൊരു രോഗം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു മറന്നുപോയി. വേറെ ഒരെണ്ണം കൂടി ഓട്ടിസം വരൂ? ഓട്ടിസത്തിനൊരു സാധ്യതയുണ്ട്. അത് ഹെറിഡിറ്ററി ആയിട്ട് ഡിപ്പെൻഡഡ് ആണ്. അറ്റാക്ക് ഇല്ലടോ, ഡിപ്പെൻഡഡ് ഓൺ സിറ്റുവേഷൻ അല്ല. അറ്റാക്ക് ഹെറിഡിറ്ററി ആയിട്ട് പറയാം. പാർക്കിൻസൺസ് അൾസേഴ്സ് ഒക്കെ വരുമോ? എന്താണ് നസീമ? പാർക്കിൻസൺസ് അൾസേഴ്സ് പോലെ ഒക്കെ പാരമ്പര്യമായിട്ട് വരുമോ? അൽഷിമേഴ്സിന് ഒരു സാധ്യതയുണ്ട് അല്ലെ, മറവി രോഗം, അതിനൊരു സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു വിരലിൽ എണ്ണാവുന്ന തരത്തിൽ മാത്രമാണ് ഹെറിഡിറ്ററി ഡിസീസസിൽ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, പാരമ്പര്യമായിട്ട് കിട്ടുന്നതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം വരേക്ക് ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊക്കെ ഇതിന്റെ ഒരു അളവ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ മുത്തശ്ശിമാരുടെ അതേ പാരമ്പര്യം അല്ലെങ്കിൽ അതേ രോഗാവസ്ഥ കിട്ടിയ ആൾക്കാർ ഇപ്പൊ ഈ ലോകത്തുണ്ടാവും. ഇപ്പൊ ഒരു കുറവ് ഒരു നൂറ്റാണ്ടിന് ശേഷം ആ ഒരു തരത്തിലുള്ള അസുഖങ്ങൾ കുറഞ്ഞവരാണ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോഴും മാറാതെ നിൽക്കുന്നതാണ് എന്താ ഡയബറ്റീസ്. അതൊരു പരിധി വരെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. ഹെറിഡിറ്ററി ജനറ്റിക് ഫാക്ടേഴ്സിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഏതൊക്കെയാണ്? ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദി സ്കിൻ, ഐസ് ആൻഡ് ഹെയർ, ഷേപ്പ് ഓഫ് നോസ് ആൻഡ് ഇയേഴ്സ് ലൈൻസ്, then sex and hereditary diseases. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഹെറിഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒരാളുടെ വളർച്ചയെയും ഡെവലപ്മെന്റിനെയും പാരമ്പര്യമായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്.
അടുത്ത ഫാക്ടർ എന്താണ്? എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ്, പാരിസ്ഥിതിക ഘടകങ്ങൾ. എന്തൊക്കെയാണ് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്? പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ ഫാക്ടേഴ്സ്. പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ ഫാക്ടേഴ്സ്. ഇതാണ് പ്രീ നാറ്റൽ ഫാക്ടർ എന്ന് പറയുന്നത്. പ്രസവത്തിന് മുൻപുള്ള കാലഘട്ടം അല്ലെ, പ്രസവത്തിന് മുൻപുള്ളതും. പോസ്റ്റ് നാറ്റൽ എന്താണ്? പ്രസവാനന്തരം, ആഫ്റ്റർ ദ ഡെലിവറി. ഓക്കെ, യെസ്. Montessori is in the line with modern psychologists who acknowledge the influence of both nature and nurture. She writes about the inherited characteristics and predetermined patterns of behavior, but she also approves of the very strong influence of environmental conditions. ഇവിടെ മോണ്ടിസോറി മോഡേൺ സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? മോഡേൺ സൈക്കോളജിസ്റ്റുകള് ഒരാളുടെ നേച്ചറിനെയും നർച്ചറിനെയും, അതായത് ഒരാളുടെ പാരിസ്ഥിതിക ഘടകങ്ങള് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്? മോഡേൺ സൈക്കോളജിസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാരിസ്ഥിതിക ഘടകങ്ങൾ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മളുടെ വളർച്ചയെയും വികാസത്തിനെയും സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ? ഒരു മിനിറ്റ്. പലരും പല രീതിയിൽ, പല സൈക്കോളജിസ്റ്റും പല രീതിയിലായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതിനോട് മോണ്ടിസോറി യോജിക്കുന്നുണ്ട്. അവർ പറയാണ്, she writes about the inherited characteristics and predetermined patterns of behavior, but she also approves of the very strong influence of environmental conditions. അപ്പോ മോണ്ടിസോറി ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? എന്താണ് ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഒളിഞ്ഞു കിടക്കുന്നു. അതാണ് ഒളിഞ്ഞു കിടക്കുക എന്ന് പറയുന്നത്. പുറത്ത് കാണിക്കാത്തല്ലേ, ഉള്ളില് നിൽക്കുന്നത്. ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത് എന്താ? ഇൻഹെറിറ്റഡ് എന്തായിരിക്കും? പാരമ്പര്യമായിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാക്കാണോ അത്? ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത് എന്തോ അനന്തരാവകാശമായി, സർഗവാസന എന്നൊക്കെ പറയാം, ആണോ? ഇവിടെ പാരമ്പര്യ സ്വഭാവ സവിശേഷതകൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പാരമ്പര്യ സവിശേഷത അല്ലെ? അതായത് നമ്മളുടെ സ്വഭാവത്തിൽ എന്ത് വരുന്നുണ്ട്? ഇപ്പൊ ഇവിടെ പറയുന്ന സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ. അതായത് പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷം ഒരു കുട്ടിയുടെ സ്വഭാവത്തില് പല രീതിയിലുള്ള വ്യതിയാനങ്ങൾ വരുന്നുണ്ട് അല്ലെ? അപ്പൊ അത് മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന അഭിപ്രായത്തോട് ആരെ യോജിക്കുന്നുണ്ട്? മോണ്ടിസോറി യോജിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാണ് അവർ യോജിക്കുന്നത്? ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യ സ്വഭാവ സവിശേഷതകൾ. അതായത് നമ്മുടെ ഇപ്പൊ ഫിസിക്കൽ ഫീച്ചറിൽ മാത്രമല്ല നമുക്ക് എന്തുള്ളത്, നമുക്ക് സ്വഭാവത്തിലും ആ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗം കിട്ടാറുണ്ട്. ഇപ്പൊ ചിലര് പറയാറില്ലേ, മുത്തശ്ശന്റെ അതേ സ്വഭാവമാണ് അവനെന്ന് പറയാറില്ലേ നമ്മള്? മുത്തശ്ശൻ കാണിക്കുന്നത് പോലെ തന്നെയാണ്. മുത്തശ്ശൻ ഇങ്ങനെയായിരുന്നു, മുത്തശ്ശി ഇങ്ങനെയായിരുന്നു, അച്ഛൻ ഇങ്ങനെയായിരുന്നു, അതേ സ്വഭാവം തന്നെ അവൻ കാണിക്കുന്നത്. അത് എന്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടുന്നത്? പാരമ്പര്യ സ്വഭാവ സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ് നമുക്കത് ലഭിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടോ അല്ലെ? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശന്റെ ഒക്കെ സ്വഭാവ സവിശേഷതകൾ ഇപ്പൊ നല്ല ഗുണങ്ങളായിരിക്കാം, മോശമുള്ളതായിരിക്കാം. മാം പറയും അത് എന്റെ സ്വഭാവമാണ് അങ്ങനെ പറയില്ലേ? നമ്മൾ പറയാറുണ്ട് അല്ലെ, മുത്തശ്ശിന്റെ അതേ സ്വഭാവം തന്നെ കാണിച്ചോളം എന്ന് നമ്മൾ പറയും അല്ലെ? ചിലപ്പോ എന്തെങ്കിലും ദേഷ്യോ വാശി, ചിലരുടെ വാശിയായിരിക്കും കൂടുതൽ അല്ലെ? ഇപ്പൊ അച്ഛന് നല്ല വാശിയാണെങ്കിൽ അതേ വാശി തന്നെ കുട്ടിക്ക് കിട്ടും. ഓക്കെ, അതേ സമയത്ത് നമ്മളോട് പറയാറില്ലേ, പ്രഗ്നൻസി ടൈമില് അധികം ദേഷ്യം വാശിയും ഒന്നും കാണിക്കരുത് നമ്മളോട് പറയാറില്ലേ? നമ്മൾ അത്യാവശ്യം മ്യൂസിക് ഒക്കെ കേട്ടിരിക്കുക. ഇതൊക്കെ എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ അതിന് പറയാറ്? അത് ആ കുഞ്ഞിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? കുട്ടിയെ അത് അഫക്ട് ചെയ്യും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, പ്രസവം പീരീഡിൽ ആ ഒരു ടൈമില് കുട്ടീനത് എന്താണ്
ഓക്കെ അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മള് കുട്ടി വയറ്റിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടി കേൾക്കോ? ആണോ? ആര് പറഞ്ഞു? ആരോ പറഞ്ഞു, ഞങ്ങളത് വിശ്വസിച്ചു. ആണോ? വിശ്വാസം അല്ലേ? അതായത് നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ചിലപ്പോൾ വയറിൽ ഇത് കുഞ്ഞ് മൂവ് ചെയ്യും അല്ലെ? ഒന്ന് വലിച്ച് ഇങ്ങനെ മുകളിലേക്ക് വേണ്ടി തള്ളി തള്ളി വരും. കൈ കൊണ്ടോ കാല് കൊണ്ടൊക്കെ എന്താണ് പൊന്തി വരുന്ന സമയത്ത് അത് നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് കുട്ടി വരുന്നതെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടേ അല്ലെ? അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? ഞാൻ പറഞ്ഞിട്ട് അതേപടി കേട്ടിട്ടാണോ കുഞ്ഞ് മൂവ് ചെയ്ത് വന്നത്? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ആലോചിച്ചേക്ക്. ഞാൻ പറയും, നമ്മളത് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞപ്പോ കുഞ്ഞ് പെട്ടെന്ന് തന്നെ കുട്ടി അത് കേട്ട് റിയാക്ട് ചെയ്ത് നമ്മളത് വിശ്വസിച്ചു. മാം ഒരു കാര്യം പറയട്ടെ. ആ, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഞാൻ ദേഷിക്കുമായിരുന്നു. അന്നേരം ഇപ്പം അവൻ ദേഷിക്കുന്ന കാണുമ്പോ അച്ഛന്റെ വീട്ടുകാര് പറയുന്നത്, നീ പ്രഗ്നന്റ് സമയത്ത് നിനക്കും ദേഷ്യവും വാശി ഇച്ചിരി കൂടുതലല്ലായിരുന്നു, അതാ ഇപ്പൊ അവൻ കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ഓരോരുത്തർ പറയുന്നതാണ് അല്ലെ? നമുക്ക് പലതും പല കാര്യങ്ങളും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മ പറഞ്ഞത് കേട്ടിട്ടാണോ കുട്ടി റിയാക്ട് ചെയ്ത് വന്നത്? ആണോ? കുട്ടി ഇളകണത്. അവർക്ക് ആ മൂമെന്റ്സ് അവിടെ നടക്കേണ്ട സമയത്ത് അവരുടെ മൂമെന്റ്സ് അവിടെ നടക്കുന്നതാണ് അല്ലെ? അപ്പൊ കുട്ടി ആ ഒരു അനങ്ങുന്ന ടൈമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളിപ്പോ ഒരു സത്യം പറയാം, നമ്മൾ ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം കഴിക്കുന്ന സമയത്തൊക്കെ റിയാക്ഷൻ വരാറുണ്ട്. കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് ഒരു റിയാക്ഷൻ, അതായത് അല്ലാതെ ആ ഒരു ഭക്ഷണ ഒരു ചെറിയൊരു പരിധി വരെ കുട്ടികളിലേക്ക് അത് എത്തുന്നുണ്ട് അല്ലെ? അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് വരുന്ന വേരിയേഷൻസ് ഒക്കെ കറക്റ്റ് ആണ്. അല്ലാതെ നമ്മൾ പറയുമ്പോൾ കുട്ടി കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത് അത് എത്രത്തോളം സത്യം ഉണ്ടായില്ലേ? ആണോ? പറഞ്ഞോളൂ. ഞാൻ പണ്ടൊരു കഥയില്ലേ, യുദ്ധത്തിന് പോയി അമ്മയുടെ വയറ്റില്, എനിക്ക് ആ കഥാപാത്രത്തിന്റെ പേരറിയത്തില്ല, അമ്മയുടെ വയറ്റിൽ ചെന്ന് യുദ്ധത്തിന് പോകുന്ന കഥ പഠിച്ചത് കേട്ടിട്ടുണ്ടോ? അമ്മ കഥ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടി അത് കേട്ടത് സിനിമയിലല്ലേടോ? അർജുനൻ. പണ്ട് പുത് അർജുന്റെ, അതെ അതെ. സിനിമയിലാണോ? സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് വെറുതെ ചോദിച്ചു. റിയാലിറ്റി ആയിട്ട് ഒരു കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് 5-ാം മാസം സ്കാനിങ്ങിന് പോയപ്പോ കൊച്ചു കമന്ന് കിടക്കുമായിരുന്നു. സ്കാനിങ്ങിന് കയറ്റി ഇങ്ങനെ 3-4 വട്ടം ഇറക്കി. അന്നേരം എന്തെങ്കിലും പുളിയുള്ള എന്തെങ്കിലും, അങ്ങനെ ഞാൻ ഓറഞ്ച് കഴിച്ചു. ഓറഞ്ച് കഴിഞ്ഞപ്പോഴാണ് ഇയാള് നേരെ വന്നത്. അങ്ങനെ പിന്നെ സ്കാൻ ചെയ്തു. അപ്പൊ നമ്മളുടെ വിശ്വാസങ്ങൾ, അതായത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളു കേട്ടോ. ഇതൊക്കെ നമ്മളുടെ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവോ മിസ്? ഇമോഷൻസ്, മദറിന്റെ ഇമോഷൻസുകൾ അതിലേക്ക് കിട്ടുന്നുണ്ടാവും? അമ്മന്റെ ഇമോഷൻസുകളൊക്കെ കിട്ടും. അതല്ലേ നമ്മള് പറഞ്ഞത്, അമ്മയുടെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഭാഗത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അമ്മയുടെ ഇമോഷൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ വയറ് തലോടുമ്പോ സ്പർശനം വഴി അവര് മൂവ്മെന്റ് ചെയ്യില്ലേ? യെസ്, അത് കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആണ്. അല്ലാതെ നമ്മൾ വിളിക്കുന്നത് കേട്ടിട്ട് അനങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഹിയറിംഗ് കപ്പാസിറ്റിക്ക് വന്നിട്ടുണ്ടാവും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കാഴ്ചയും കേൾവിയൊക്കെ ശരിയാവുള്ളൂ? അപ്പൊ നമ്മ പറഞ്ഞ കാര്യത്തിന് ശരിയായില്ലേ? കുട്ടി കേട്ടിട്ടല്ല നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. കുട്ടി കേട്ടിട്ടായിരിക്കില്ല മൂവ് ചെയ്യുന്നത്. എന്താണ്, കുട്ടിയുടെ മൂവ്മെന്റ്സ് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് മൂവ് ചെയ്യുന്നു. ഒരു മാസം നമുക്കറിയില്ല, 5-ാം മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടി മൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 5 മാസം ആവുമ്പോഴേക്കല്ലേ ഒറ്റല്ലേ ചെറിയ അനക്കങ്ങൾ ആരംഭിക്കുന്നത്? തിരിച്ചറിയാൻ തന്നെ ഒരു 6 മാസം സമയം എടുക്കുന്നല്ലേ പറയണ മിസ്സേ? ആ ശരിയാണ്. പക്ഷെ 5-ല് ശരിക്കും ഒരു മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. നമുക്ക് ചെറിയ കിക്കിംഗ് ഒക്കെ അറിയാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് 9 months ഒക്കെ 8 മാസത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവർ അനക്കുന്നത് അല്ലെ? 8-ാം മാസം അല്ലെങ്കിൽ 7-ാം മാസം കഴിയുന്ന പീരീഡിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും.
ഓക്കെ, പിന്നെ 9 months പിന്നെ പറയണ്ടല്ലോ. പക്ഷെ ചില കുട്ടികൾ പല കാറ്റഗറികൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊരു ഭാഗം അവിടെ എടുത്ത് പറയേണ്ടി വരും. അതിന്റെ അകത്ത് വ്യത്യസ്തം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചിലർ ഭയങ്കര വൈബ്രന്റ് ആയിരിക്കാം, റെസ്റ്റ്ലെസ് ആയിരിക്കാം. ചില കുട്ടികളെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആവശ്യത്തിന് ചിലപ്പോൾ ദിവസത്തിൽ 1, 2, 3 പ്രാവശ്യം അനങ്ങും, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ചില കുട്ടികൾ അങ്ങനെയുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോ ഇൻഹെറിറ്റഡ് ക്യാരക്ടേഴ്സ്, നമ്മുടെ പാരമ്പര്യ സ്വഭാവ സവിശേഷതകൾ ഉണ്ട് നമുക്ക് അല്ലെ. അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വഭാവങ്ങൾ. അത് ചിലപ്പോൾ പലതരത്തിൽ ഇമോഷൻസ് ആയിരിക്കാം അല്ലെ. ദേഷ്യമായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ വളരെ ക്ഷമയോടെ പല കാര്യങ്ങളും. ചില കുട്ടികളുണ്ട് അധികം വയലന്റ് ആവില്ല, പക്ഷെ ചില കുഞ്ഞുങ്ങൾ നമുക്ക് നോക്കാൻ വളരെ എളുപ്പമാണ്, വലിയ പ്രശ്നമില്ലാത്ത കുട്ടികളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരെ കൂടി വേറെ ബുദ്ധിമുട്ടുകളില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ചിലവരെന്താണ് എന്തൊക്കെ ചെയ്താലും റെസ്റ്റ്ലെസ് ആയിരിക്കും, എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ എന്താണ്, അതൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ചില മാനറിസങ്ങൾ വരെ കിട്ടാറുണ്ട് കുട്ടികൾക്ക്. മാനറിസം എന്താണ്? മാനറിസം അവര് പെരുമാറുന്ന രീതി അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ കണ്ടിട്ട് പറയാം, അച്ഛൻ ചെയ്തതുപോലെ തന്നെയാണ് അവൻ അതൊക്കെ എടുക്കുന്നത്. ആ ഒരു കൈ പൊക്കുന്നതൊക്കെ അതേപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ അച്ഛൻ കാണിച്ചതുപോലെ തന്നെ ചിലപ്പോൾ തോന്നും. അതൊക്കെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നല്ലതാണെങ്കിലൊക്കെ മാം അച്ഛന്റെ, ചീത്തതാണെങ്കിലൊക്കെ അമ്മടി. എന്താണ് പറഞ്ഞത്? നല്ല സ്വഭാവമാണെങ്കിലൊക്കെ അച്ഛന്റെ സ്വഭാവം, ചീത്ത സ്വഭാവമാണെങ്കിലൊക്കെ അമ്മയുടെ. ഞാൻ പറഞ്ഞോ ആരെങ്കിലും? നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് കേൾക്കണതാണേ. അതങ്ങ് അംഗീകരിച്ചു കൊടുത്തേനെ, അങ്ങനെ പറഞ്ഞോട്ടെ, ഒരു വിഷയമില്ല, പറഞ്ഞോളൂ വന്നേനെ കേട്ടോ. ഇപ്പൊ നമ്മുടെ സ്വഭാവം കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലാക്കാലോ അതിലെ അല്ലെ. എന്റെ സ്വഭാവത്തിൽ അത്ര ഇത്തിരി എന്തോ തനിക്ക് ഉള്ളത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത്, ഒന്നും ഇല്ലാഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അതിൽ എന്തോ ഉണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. അതെ അതെ, ആരും ഓൾ പെർഫെക്റ്റ് ഒന്നുമില്ല, എല്ലാവർക്കും പോരായ്മകളുണ്ട്, നല്ലതുണ്ട്, ചീത്തയൊക്കെ ഉണ്ട്. പലരും നോക്കുന്ന കാഴ്ചപ്പാടിലാണ് വ്യത്യാസമുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും നോക്കിക്കോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്, നിങ്ങളിപ്പോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തൊക്കെ അല്ലെ, പഠിക്കാന്നുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട്, വർക്ക് ചെയ്യാന്നുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതിലോട്ട് അങ്ങോട്ട് പോകും. ബാക്കി കുറെ ഉണ്ടാവട്ടെ. ഇനി പോകുന്ന വഴിക്ക് പാരന്റ്സിന്റേതായിട്ടുള്ള പല രീതിയിലുള്ള, ചിലപ്പോ എല്ലാവരും ഒരേപോലെ എപ്പോഴായിരിക്കണം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അല്ലെ. ആ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, ഒരു സപ്പോർട്ട് കുറവൊക്കെ തോന്നിയേക്കാം. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പോവാം. നമുക്കാണ് ആവശ്യം, അവർക്കൊന്നുമല്ല, നമ്മളുടെയാണ് ആവശ്യം. നമ്മൾ നല്ലൊരു ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ഹെറിഡിറ്ററി ആൻഡ് എൻവയറൺമെന്റ് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ വഴിയിൽ മറ്റാരും നിങ്ങൾ എഫക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചിന്തിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ അവസരം കൊടുക്കാതെ നിങ്ങളെ ആർക്കും എഫക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പം അത്ര കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക. എല്ലാ ക്യാപ്പബിലിറ്റീസും നിങ്ങൾക്ക് ഉണ്ട്, എല്ലാ സ്കിൽസും നിങ്ങൾക്ക് ഉണ്ട്. അത് നിങ്ങൾ കാണാതെ കിടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. അതൊക്കെ കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, പിന്നീട് അത് ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ പോകുന്ന വഴിയിൽ പല തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പൊ നിങ്ങളുടെ ഈ 6 മാസത്തെ കോഴ്സ് തീർക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല അല്ലെ. അപ്പൊ അതൊക്കെ തരണം ചെയ്യാന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അവിടെ എന്തും സംഭവിച്ചോട്ടെ, ഞാനായിട്ട് മാം ഒരു കാര്യം ചോദിക്കട്ടെ? ഹലോ മാം, അന്നേരം ഈ 6 months കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്ങിനാണോ? 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിങ് നടന്നു? ഇല്ല, നിങ്ങൾക്ക് ഇപ്പോ കോഴ്സ് തുടങ്ങി ഇപ്പൊ ഒരു 4 മാസം 5 മാസം 4 മാസം കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ കാര്യങ്ങൾ വിളിക്കുവാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. സ്കൂളിൽ പോകണമെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ഒഴിവൊക്കെ വരുന്ന സമയത്ത് അല്ല, അന്നേരം നമ്മൾ എക്സാം അന്നേരം എപ്പോഴാ? സർട്ടിഫിക്കറ്റ് ചോദിക്കുമോ അവര്? എങ്ങനെയാ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും മതി കേട്ടോ. അപ്പൊ അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ അയ്യോ എന്റെ കോഴ്സ് കഴിഞ്ഞിട്ടാന്നൊക്കെ ആരും പോവാതിരിക്കരുത് കേട്ടോ. നിങ്ങൾ പോയിക്കോളൂ, ധൈര്യമായിട്ട് പോയിക്കോളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബാക്കി ക്ലാസ്സുകളൊക്കെ കാണാൻ നമുക്ക് അവിടുന്ന് ഒരു 6 മാസം ആകുമ്പോൾ നമുക്കൊരു പേപ്പർ തരുമോ? അവിടെ കൊടുക്കാൻ? ഇപ്പൊ അടുത്തുള്ള ഒരു സ്കൂളിൽ കൊടുക്കണമെങ്കിൽ നമുക്കൊരു പേപ്പർ തരുമോ?
നമുക്ക് ഇവിടുന്ന് ഓൾറെഡി ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ തരുന്നത്. ഇപ്പൊ സ്കൂളിൽ കയറണം എന്നാണെങ്കിൽ ഇവിടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവരെന്താ സ്കൂളുകാർ പറയുന്നത് സർട്ടിഫിക്കറ്റ് കാണിച്ചേ മതിയാവും എന്നാണെങ്കിൽ ഇവിടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള പറയുന്ന രീതിയിൽ ചിലപ്പോൾ തരുമായിരിക്കും. അതൊന്ന് അവിടെ ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യണം. നമുക്ക് അറിയില്ല എങ്ങനെയാണ് കേട്ടോ. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇപ്പൊ പഠിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളെ സ്കൂളിലേക്ക് വിളിച്ചു കഴിഞ്ഞ കാര്യം പോവാതിരിക്കണ്ട കേട്ടോ. ആ ഒരു അവസരം ഒന്നും ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരില്ല. അവസരങ്ങൾ ഒരിക്കലും നമ്മൾക്ക് വേണ്ടി വരില്ല. നമ്മൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ നോക്കാം. അപ്പൊ പേടിച്ചിട്ട് ആരും പോവാതിരിക്കട്ടെ. ട്രെയിനിങ്ങിന് പോകുന്നതിന് നമ്മൾ പോയി ചോദിക്കണ്ടേ മാം? അല്ലാതെ ഇന്റേൺഷിപ്പിന്റെ കാര്യം അതൊക്കെ ശംസ എങ്ങനെയാണെന്ന് പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾ ഇപ്പൊ പോകേണ്ട ഒരു പാർട്ട് 1ഉം 2ഉം കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ടെക്സ്റ്റിലെ മൊഡ്യൂൾ 1ലെ പാർട്ട് 1ഉം 2 സൈക്കോളജി പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ വൈൻഡപ്പ് ചെയ്യാം. നേച്ചറും നേച്ചറും തമ്മിൽ എന്താ ഡിഫറൻസ്? നേച്ചർ ആൻഡ് നേച്ചർ. നേച്ചർ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല സെന്റൻസ്. നേച്ചർ എന്താണ്? സ്വഭാവം എന്ന് വേണ്ടി നമുക്ക് പറയാം. സ്വഭാവം. നർച്ചർ എന്താണ്? നർച്ചർ പ്രകൃതിയാണോ? നേച്ചർ മീൻസ് പ്രകൃതി, അല്ലെങ്കിൽ നമ്മളെ പ്രകൃതം എന്ന് പറയില്ലേ? നമ്മുടെ സ്വഭാവത്തിന് പ്രകൃതം എന്ന് പറയാറ് നമ്മള്. മറ്റേത് എൻവിറോൺമെന്റൽ ആയിട്ട് ബന്ധപ്പെട്ട പ്രകൃതിയാണോ നേച്ചർ? നർച്ചർ മീൻസ് പരിപോഷിപ്പിക്കുക എന്നർത്ഥം. നർച്ചർ ചെയ്യാന്ന് പറയുമ്പോ നേച്ചർ നർച്ചർ. സ്വഭാവവും സ്വഭാവവും അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്ന ആ മീനിങ് രണ്ടും കൂടി കണക്ട് ചെയ്ത് നോക്കിയേ. സ്വഭാവ രൂപീകരണമാണോ നേച്ചർ ആൻഡ് നർച്ചർ എന്ന് പറയുന്നത്? ആണോ? സ്വഭാവത്തെ കുറച്ചും കൂടി നല്ലതാക്കി എടുക്കുക എന്നുള്ളതാണ്. വെരി ഗുഡ്. അതായത് നമ്മുടെ നേച്ചറിനെ നർച്ചർ ചെയ്യണം. നമ്മുടെ പ്രകൃതത്തെ നമ്മൾ എന്താണ് പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പരിപോഷിപ്പിക്കുക എന്നുള്ള അർത്ഥം? ബെറ്റർ ആക്കാനായിട്ട് നമ്മള് മോഡിഫൈ ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മള്, അല്ലെ? മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ ഇവിടെ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ എന്താണ് കുഞ്ഞു കുട്ടികളാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാറ്റഗറി എന്ന് പറയുമ്പോൾ 3 to 6 years ഉള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ 4 to 6 years ഉള്ള കുട്ടികളായിരിക്കും, അല്ലെ? അപ്പൊ എന്താണ് ആ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവത്തെ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ KG പഠിപ്പിക്കുന്ന സമയത്ത് KG കൊടുക്കേണ്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ KG സെക്ഷൻ, അപ്പൊ 4 വയസ്സിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ എന്ത് ചെയ്യിപ്പിക്കുന്നു? നർച്ചർ ചെയ്യിപ്പിക്കുന്നത്. 5 വയസ്സാകുമ്പോൾ അടുത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും. 5 വയസ്സിൽ അവരുടെ എന്താണ് സ്വഭാവം എന്താണ് പരിപോഷിക്കപ്പെടുന്നത്. അവിടെ നിങ്ങൾ എൻകറേജ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് കുട്ടികൾ എന്ത് സംഭവിക്കുന്നത്? നർച്ചറിങ്, അല്ലെങ്കിൽ അവരെ പരിപോഷിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അധ്യാപകരും പാരന്റ്സും ആണ് കുട്ടികളെ നർച്ചർ ചെയ്തത്, പരിപോഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹോം സിറ്റുവേഷൻ ആണ് കുട്ടികൾക്ക് വേണ്ട അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ നർച്ചർ എന്ന മീനിങ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? നമ്മള് അവസരങ്ങൾ കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അവരെ പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങളാണ് നമ്മുടെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും കുട്ടികളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ മെന്റലും ഫിസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ടീച്ചർ, ഇന്നിപ്പോ മൈൻഡ് ചെയ്തിട്ട് ഒരു ക്ലാസ് കൂടി ഉണ്ട്, അതാണ് കേട്ടോ. സൈൻ ഔട്ട് ഇന്നിപ്പോ വേണ്ട കേട്ടോ. ഓക്കെ, ഹലോ. സൈൻ ഔട്ട് ഇന്ന് വേണ്ട കേട്ടോ. ക്ലാസ് ഉള്ളതുകൊണ്ടാണേ.